നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ പക്ഷേ അതിശക്തമായ ഒരു ശീലത്തെക്കുറിച്ചാണ്. കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് നിങ്ങൾ ജീവനോടെ ഉണരുന്നതും ശ്വാസമെടുക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഇതെല്ലാം തന്നെ ഒരു വലിയ അനുഗ്രഹമല്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നു. കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കൈവശമുള്ള അനുഗ്രഹങ്ങൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കൃതജ്ഞത നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു മാനസിക പരിശീലനമാണ്. ദിവസേന നന്ദി പറയാൻ പഠിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ജീവിതത്തോടുള്ള സമീപനവും മാറുന്നു. ശാസ്ത്ര പഠനങ്ങൾ പോലും പറയുന്നു, കൃതജ്ഞത അഭ്യസിക്കുന്നവർ കൂടുതൽ സമാധാനവും ആത്മവിശ്വാസവും സന്തോഷവും അനുഭവിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ പ്രാക്ടീസ് പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിലൊരു ശ്വാസം എടുക്കുക, ബ്രീത്ത് ഇൻ. പിന്നെ മനസ്സിൽ പറയൂ, ഇന്ന് ഞാൻ ജീവനോടെ ഉണർന്നതിന് നന്ദി, എനിക്കുള്ള ആരോഗ്യത്തിന് നന്ദി, എൻ്റെ കുടുംബത്തിന് നന്ദി, എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി, എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി, എല്ലാറ്റിനും നന്ദി. നിങ്ങളിപ്പോൾ തന്നെ ഒരു ശാന്തവും സമാധാനവുമായ ഒരു മാനസികാവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? അതാണ് കൃതജ്ഞതയുടെ ശക്തി. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷേ പ്രശ്നങ്ങൾക്കിടയിലും നന്ദി കണ്ടെത്താൻ പഠിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ശക്തരാവുന്നു. ചിലപ്പോൾ നന്ദി പറയാനുള്ള കാരണങ്ങൾ ചെറുതായിരിക്കും, വളരെ ചെറുത്. ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു ചൂടുള്ള ചായ, ഒരു ശാന്തമായ ഒരു രാവിലെ. പക്ഷെ അതെല്ലാം ചേർന്നാൽ ജീവിതം മനോഹരമാകുന്നു. ഇന്നു മുതൽ ചെറിയ ഒരു ശീലം തുടങ്ങൂ. ഉറങ്ങുന്നതിന് മുമ്പ് ദിവസത്തിലെ 3 നന്ദിയുള്ള കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ആദ്യം അത് ചെറിയതായിരിക്കാം, പിന്നെ നിങ്ങൾക്ക് കാണും നിങ്ങളുടെ ജീവിതം തന്നെ മാറി തുടങ്ങുന്നത്. ഓർക്കൂ, നമുക്ക് കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷമുണ്ടാകുന്നതല്ല, നമ്മൾ നന്ദി ഉള്ളവരാകുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നന്ദിയോടെ തുടങ്ങൂ, നന്ദിയോടെ ജീവിക്കൂ. നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങളാൽ നിറയും. നന്ദി.